കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സെപ്ഷൻസ് എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഡ് ഓൾറെഡി എഴുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയലിൻ്റെ പേര് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡോട്ട് ജാവ എന്നാണ്. കംപ്ലീറ്റ്ലി റാൻഡം നെയിമാണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആയതുകൊണ്ട് ആ പേര് കൊടുക്കുന്നത്. സെയിം ക്ലാസ്സിൽ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് മെയിൻ മെത്തേഡ് ഉള്ളത്. മെയിൻ മെത്തേഡിന് പുറമെ ഞാനൊരു മെത്തേഡും കൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെത്തേഡും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് എന്നാണ് മെത്തേഡിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ മെത്തേഡ് ഞാൻ സ്റ്റാറ്റിക് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പബ്ലിക് ആവണമെന്ന് നിർബന്ധമില്ല, സ്റ്റാറ്റിക് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ നിന്നും വേറൊരു മെത്തേഡിനെ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യണമെങ്കിൽ ആ മെത്തേഡ് എപ്പോഴും സ്റ്റാറ്റിക് ആയേ പറ്റുള്ളൂ. വേറൊരു മെത്തേഡിനെ കോൾ ചെയ്യണമെങ്കിലോ വേറൊരു വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിലോ അതൊക്കെ സ്റ്റാറ്റിക് ആയാലേ പറ്റുള്ളൂ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എക്സെപ്ഷൻസിനെ റീഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സെപ്ഷൻസ് ആണ് നമുക്ക് കോമൺലി വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നോക്കുന്നു. ഇതിൻ്റെ അടുത്ത സെക്ഷനിൽ നമ്മൾ ആ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു. അപ്പോൾ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വളരെ കോമൺ ആയിട്ടുള്ള സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ സ്കാനർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കാനറിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനറിൻ്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കോഡിലുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, തിയറി സെഷനിൽ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു എക്സെപ്ഷനാണ് ഡിവിഷൻ ബൈ സീറോ എന്നുള്ള എക്സെപ്ഷൻ. പക്ഷേ ഈ ഡിവിഷൻ ബൈ സീറോ എന്നുള്ള എക്സെപ്ഷൻ വരുന്നത് ഇൻറ്റീജർ ഡിവിഷനിൽ മാത്രമാണ്. അപ്പം ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡിവൈഡ് എന്നുള്ള മെത്തേഡ് ചെയ്യുന്നൊന്നുമില്ല, രണ്ട് ഇൻപുട്ട്സ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇനി ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്തിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. അത്രയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു മെത്തേഡും കൂടി എഴുതാം ഫ്ലോട്ടിംഗ് പോയിന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം മെത്തേഡാണ്, എല്ലാത്തിൻ്റെയും ഇൻറ്റ് മാറ്റിയിട്ട് ഞാൻ ഡബിൾ ആക്കുന്നത് മാത്രം, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സെയിം മെത്തേഡ് നെയിമാണ് യൂസ് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സിലെ ടൈപ്പ് മാത്രമാണ് ഞാൻ മാറ്റുന്നത്. ഓക്കെ, വേറെ ഒരു ചേഞ്ച് വേണ്ട. ഇനി ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽഎൻ എന്ന് പറയുന്ന ശേഷം ഞാൻ രണ്ട് നമ്പേഴ്സ് ചെയ്യാം. ഹാർഡ് കോഡ് ഇപ്പം ഇൻപുട്ട് റീഡ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇൻപുട്ട് റീഡ് ചെയ്യാം. ഇൻപുട്ട് റീഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷൻ ആകുമ്പോൾ ഡബിൾ എൻ ഡി, ന്യൂമറേറ്ററിൻ്റെ ഡബിൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എൻ ഡി എന്നുള്ള വേരിയബിൾ ഇസ് ഈക്വൽ ടു സി ഇൻ ഡോട്ട് നെക്സ്റ്റ് ഡബിൾ. അതേപോലെ ഡിനോമിനേറ്റർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്റർ ആകുമ്പോൾ എൻ എൻ ആൻഡ് എൻ ഡി ആൻഡ് ഡിനോമിനേറ്റർ ആകുമ്പോൾ ഡി ഡി ഈക്വൽ ടു സി എൻ ഡോട്ട് നെക്സ്റ്റ് ഡബിൾ. നമ്മൾ ചെയ്തത് രണ്ട് ഡബിൾ വാല്യൂസ് റീഡ് ചെയ്യുന്നു. ഡബിൾ വാല്യൂസ് റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ. പ്രിന്റ് എൽ എൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എൻ ഡി എന്ന് കാണിക്കുന്നു. അതിനുശേഷം ഡിവൈഡഡ് ബൈ എന്നുള്ള സിമ്പിൾ കാണിക്കുന്നു. അതിനുശേഷം ഡി ഡി എന്നുള്ള വാല്യൂ കാണിക്കുന്നു. അതിനുശേഷം റിസൾട്ട് കാണിക്കുന്നു. റിസൾട്ട് കിട്ടുന്നത് ഡിവൈഡ് ഓഫ് എൻ ഡി കോമ ഡി ഡി കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ ഡിവൈഡ് ഓഫ് എൻ ഡി കോമ ഡി ഡി കൊടുത്തു കഴിയുമ്പോൾ ഈ മെത്തേഡ് കോളം മെത്തേഡിൻ്റെ ഉള്ളിൽ എൻ ഡിവൈഡ് ബൈ ഡി ചെയ്യും. ആ റിസൾട്ട് ഡബിൾ വാല്യൂ ആണ്. ആ റിസൾട്ട് റിട്ടേൺ ചെയ്ത് ഇവിടെ റീപ്ലേസ് ആവും. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ജാവാസി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡോട്ട് ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നു. വേരിയബിൾ ഡി ഈസ് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ മെത്തേഡ് ഡിവൈഡ്. ഡബിൾ ഡിവൈഡ് ബൈ ഡബിൾ ബി. ഓക്കെ, മിസ്റ്റേക്സ് വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്.
കമ്പൈലേഷൻ എറർ ഫ്രീ ആയി കമ്പൈൽഡ് ആയി. നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ ഫോളോഡ് ബൈ ഫയൽ നെയിം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷൻ 2 വേരിയബിൾസിന് വേണ്ടി അല്ല 2 ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻപുട്ട് എടുക്കണം. ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഒന്നും ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് കൾസർ മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഇൻപുട്ട് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഇൻപുട്ട് 5, രണ്ടാമത്തെ ഇൻപുട്ട് 0. അപ്പോൾ 5 ഡിവൈഡ് ബൈ 0 ഇൻഫിനിറ്റി എന്നുള്ള റിസൾട്ടാണ് വന്നത്. സ്പേസ് കൂടെ കൊടുത്താൽ ക്ലിയർ ആവും. 5 ഡിവൈഡ് ബൈ 0 ഈസ് ഈക്വൽ ടു എന്നുള്ള ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഈസ് ഈക്വൽ ടു റിസൾട്ട്. ഒന്ന് കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം. 5 ഡിവൈഡ് ബൈ 0 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷനിൽ, അതായത് ഇൻറ്റീജർ അല്ലാത്ത ഡിവിഷനിൽ ഡിവിഷൻ ബൈ 0 ജാവ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡിവൈഡ് ബൈ 0 വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂയിലേക്ക് മാറ്റും. ഇനി 2 വാല്യൂസും 0 ആണെങ്കിൽ നാൻ എന്നുള്ള സ്പെഷ്യൽ വാല്യൂവിലേക്കാണ് അത് മാറ്റുക. ഇങ്ങനെയാണ് ജാവ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സിയിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, പക്ഷേ ഇൻറ്റീജർ ഡിവിഷൻ വരുമ്പോൾ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഞാൻ ഇത്രയും കോഡ് എടുത്ത് കളയാണ്. ഇത് അവിടെ കിടക്കട്ടെ. ഇനി ഇൻറ്റീജർ ഡിവിഷനിലേക്ക് തന്നെ മാറ്റാണ്. ഇൻറ്റീജർ ഡിവിഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം കോഡാണ്. എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് മാറ്റിയിട്ട് ഇൻറ്റീജർ നോക്കിയാൽ മതി. ഇൻറ്റീജർ ഡിവിഷൻ. അപ്പം ആദ്യത്തത് ന്യൂമറേറ്റർ ആണ്, രണ്ടാമത്തത് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഫോർ ഇൻറ്റീജർ ആൻഡ് ഡിനോമിനേറ്റർ ഫോർ ഇൻറ്റീജർ. നെക്സ്റ്റ് ഡബിളിന് പകരം നെക്സ്റ്റ് ഇൻറ്റ് ആൻഡ് നെക്സ്റ്റ് ഇൻറ്റ്. ഇൻറ്റീജർ വാല്യൂസ് റീഡ് ചെയ്യുന്നു. ആദ്യത്തെ ni എന്നുള്ള വേരിയബിളിലേക്കും രണ്ടാമത്തത് di എന്നുള്ള വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യും. പിന്നെ ഡാറ്റ ടൈപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഡിവൈഡ് തന്നെയാണ് മെത്തേഡ്. നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇൻറ്റീജർ വാല്യൂസാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റീജർ ഡിവിഷൻ നടക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷൻ നടക്കും. ഓക്കെ, അപ്പം ni ഡിവൈഡ് ബൈ di ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യണം. പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തതിന് ശേഷം പ്രോഗ്രാം റൺ ചെയ്തു. ഫസ്റ്റത്തെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷനാണ്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഈ ഇൻറ്റീജർ ഡിവിഷൻ ഇവിടെയാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഫസ്റ്റ് വാല്യൂ 1, സെക്കൻഡ് വാല്യൂ 0 കൊടുത്തു. 0 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇൻറ്റീജർ ഡിവിഷനിൽ ഡിവിഷൻ ബൈ 0 നോട്ട് അലൗഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ജാവ അതിന് വേണ്ടി പ്രിപ്പയർഡ് അല്ല. ഇപ്പോൾ എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ എന്ന് പറയുന്ന ത്രെഡിൽ, നമ്മുടെ പ്രോഗ്രാമിൽ ആകെ ഒരു ത്രെഡേ ഉള്ളൂ. ആ ത്രെഡിലാണ് എക്സെപ്ഷൻ വന്നിരിക്കുന്നത്. എക്സെപ്ഷൻ വന്നിരിക്കുന്നത് java.lang.arithmetic എക്സെപ്ഷനാണ്. ഇതാണ് എക്സെപ്ഷൻ്റെ ടൈപ്പ്. ഈ എക്സെപ്ഷൻസ് എല്ലാം ഉള്ളത് java.lang എന്ന് പറയുന്ന ഒരു പാക്കേജിൻ്റെ ഉള്ളതാണ്. എക്സെപ്ഷൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഡിവിഷൻ ബൈ 0. അറ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡിവൈഡ് എന്ന് പറയുന്ന മെത്തേഡിൽ 6th ലൈനിലാണ് ഈ എക്സെപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് 6th ലൈൻ എടുത്ത് നോക്കാം. 6th ലൈനിൽ ഈ ലൈനിലാണ് എക്സെപ്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ അറ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെയിൻ. അപ്പം ഈ ലൈൻ വരാൻ കാരണം മെയിൻ എന്നുള്ള മെത്തേഡാണ്. മെയിൻ എന്നുള്ള മെത്തേഡിലാണ് ഈ ലൈനിലേക്കുള്ള കൺട്രോൾ പാസ് ചെയ്തത്. മെയിൻ എന്നുള്ള മെത്തേഡിൽ 24th ലൈനിലാണ് എക്സെപ്ഷൻ നടന്നിരിക്കുന്നത്. അതായത് ഈ ലൈനിലാണ് നമ്മൾ ഡിവൈഡിനെ കോൾ ചെയ്തപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് ഈ എക്സെപ്ഷൻ സംഭവിച്ചത്. ഇതാണ് നമ്മൾ കോമൺലി കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് എക്സെപ്ഷനാണ്. ഇനി അടുത്ത എക്സെപ്ഷൻ, അപ്പോൾ നമുക്കിനി വരാൻ സാധ്യതയുള്ള വേറൊരു എക്സെപ്ഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പ്രോഗ്രാം റൺ ചെയ്യാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷനാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സാണ്. ഈ ഒരു ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലുള്ള നമ്പേഴ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ കുഴപ്പമില്ല. രണ്ടാമത് ഞാൻ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം വേറൊരു ലെറ്റർ ഇൻപുട്ട് ചെയ്യുന്നത് വെച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ വീണ്ടും എക്സെപ്ഷൻ വന്നു. ജാവ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്പറാണ്. നമ്മൾ കൊടുത്തത് ഒരു ലെറ്ററാണ്. അപ്പോൾ എക്സെപ്ഷൻ ഇൻ ത്രെഡ് java.util.input mismatch എക്സെപ്ഷൻ. ഇൻപുട്ട് മിസ്മാച്ച് എന്ന് പറയുന്ന എക്സെപ്ഷനാണ് അവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത് സംഭവിച്ചത് സ്കാനർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. ഇപ്പോൾ സ്കാനർ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ എഴുതിയ ക്ലാസ് അല്ല, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ലൈനിലാണ് ജാവ എന്ന് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡോട്ട് ജാവ എന്ന് പറയുന്ന ഫയലിൽ മെയിൻ എന്ന് പറയുന്ന മെത്തേഡിൽ 18th ലൈനിലാണ് എക്സെപ്ഷൻ വന്നത്. 18th ലൈനാണ് എക്സെപ്ഷൻ ത്രോ ചെയ്തത്. ഇതാണ് ത്രോ പോയിന്റ്. അപ്പോൾ 18th ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ലൈനിൽ വെച്ചാണ് എക്സെപ്ഷൻ സംഭവിച്ചത്. അതായത് ഈ മെത്തേഡിനെ കോൾ ചെയ്തപ്പോഴാണ് എക്സെപ്ഷൻ സംഭവിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ഡബിളിനെ കോൾ ചെയ്തപ്പം സ്കാനറിലെ നെക്സ്റ്റ് ഡബിൾ എന്നുള്ള മെത്തേഡിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ ഉള്ളിൽ നിന്നും നെക്സ്റ്റിനെ കോൾ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിന്നും ത്രോ ഫോർ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്തു. ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കോമൺലി എൻകൗണ്ടർ ചെയ്യുന്ന എക്സെപ്ഷൻസ് ഇൻ ജാവ. അപ്പോൾ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് സംഭവിച്ചത്, എന്ത് എക്സെപ്ഷനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാക്ക് ട്രേസ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് നോക്കാൻ പോകുന്നത്.